സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ വസുന്ധര മെഡിക്കൽസ് തുടരുന്നു. ഉദയൻ്റെ കണ്ണുകൾ തിളങ്ങി. ഞാൻ വീട്ടിലേക്ക് വരട്ടെ? പവിശങ്കർ ചോദിച്ചു. എന്ത് തരൂ എനിക്ക്? അപ്പവും മുട്ടയും. ഓഹോ, ഞാൻ വന്നാൽ ഉദയൻ്റെ അമ്മ പിണങ്ങുമോ? പവിശങ്കർ മനഃപൂർവ്വമാണ് ചോദിച്ചത്. എന്താണ് അവൻ്റെ പ്രതികരണം എന്നറിയാൻ. എനിക്ക് അമ്മയില്ലല്ലോ. ഉദയൻ്റെ മുഖം മങ്ങി. അമ്മ എവിടെ? മരിച്ചുപോയോ? മരിച്ചൊന്നുമില്ല. അമ്മ ചീത്തയാ. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാ. ആര് പറഞ്ഞു അമ്മ ചീത്തയാണെന്ന്? ഉപേക്ഷിച്ച് പോയതാണെന്ന്. അച്ഛനും ചീത്തയാ. ഉദയൻ്റെ മുഖം സങ്കടത്താൽ വിങ്ങി. അതെന്താ? എന്നോട് എപ്പോഴും ദേഷ്യം കാട്ടുന്നേ, എപ്പോഴും തല്ലും. മുണ്ട് സ്വല്പം മേൽപോട്ട് പൊക്കിയിട്ട് ഉദയൻ മുട്ടിന് മുകളിൽ തൊട്ട് കാട്ടി. ഇവിടൊക്കെ പാട് കാണും എപ്പോഴും. ആകട്ടെ, ഉദയൻ്റെ അച്ഛൻ അകത്തുണ്ടോ? അതെങ്ങനെ? അച്ഛൻ ചത്തുപോയില്ലേ? പവിശങ്കറിന് അതൊരു പുതിയ അറിവായിരുന്നു. അത് വസുന്ധരാശങ്കർ പറഞ്ഞില്ലല്ലോ. അതോ അയാളുടെ മരണം അവർ അറിഞ്ഞില്ലേ? അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? വണ്ടി മുട്ടിയതാ. പെട്ടെന്ന് ശബ്ദം താഴ്ത്തി ഉദയൻ പറഞ്ഞു. നന്നായി, വണ്ടി മുട്ടിയതും ചത്തതും. എന്നും എന്നെ തല്ലും. ഇപ്പോൾ എന്നെ ആരാ തല്ലാൻ? അവന് സന്തോഷം. എന്തിനാ അച്ഛൻ ഉദയനെ തല്ലുന്നത്? അമ്മ ചീത്തയാത്രേ, ഞാനും ചീത്തയാത്രേ, ഞാൻ അച്ഛൻ്റെ മകനല്ലത്രേ എന്നൊക്കെയാ പറയണേ. ഉദയൻ്റെ മുഖത്ത് സങ്കടം. പവിശങ്കറും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു. ഉദയന് അമ്മയോട് ഇഷ്ടമാണോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇഷ്ടപ്പെടണേ? ഇപ്പോൾ കണ്ടാലും ഇഷ്ടമല്ല. എന്നെ വിട്ടിട്ട് പോയില്ലേ, അതുകൊണ്ട് അച്ഛൻ എന്നെ തല്ലിയില്ലേ? അവൻ്റെ മുഖത്ത് പരിഭവവും സങ്കടവും. ഞാൻ ഉദയൻ്റെ വീട്ടിലേക്ക് വന്നോട്ടെ? ഉദയൻ പവിശങ്കറിൻ്റെ കയ്യിൽ പിടിച്ചു. വാ, കയറി വന്നേ. പവിശങ്കർ ഗേറ്റ് കടന്ന് ആ വീടിനെ സമീപിച്ചു. ഒറ്റ നിലയിൽ വാർത്ത മനോഹരമായ ഒരു വീട്, 4-5 മുറികളും സൗകര്യങ്ങളും. കുഞ്ഞുണ്ണിയേട്ടാ, അകത്തേക്ക് കടന്നുകൊണ്ട് ഉദയൻ ഉറക്കെ വിളിച്ചു. മോൻ വിളിച്ചോ? 60 കഴിഞ്ഞ് ഒരു വൃദ്ധൻ ഓടിയെത്തി. ഈ ചേട്ടന് കാപ്പി അപ്പോൾ എടുക്ക്. ഉദയൻ്റെ മുഖം ആഹ്ലാദഭരിതമായിരുന്നു. ഇതാരാ മോനെ? ഇതാണെൻ്റെ ചേട്ടൻ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്നെ എന്നും കാണാൻ വരുന്ന ചേട്ടനെക്കുറിച്ച്? ഉദയൻ ചിരിച്ചു. ഈ കുഞ്ഞുണ്ണിയേട്ടന് അപ്പടിയും മറവിയാ. ഞാൻ ഓർക്കുന്നുണ്ട് മോനെ. കുഞ്ഞുണ്ണിയേട്ടൻ പവിശങ്കറിന് നേരെ തിരിഞ്ഞു. എന്തോന്നാ മോൻ്റെ പേര്? പവിശങ്കർ. മോൻ അകത്തേട്ട് വാ, കാപ്പി കുടിക്കാം. പവിശങ്കർ ഡൈനിങ് ഹാളിലേക്ക് കടന്നു. ഡൈനിങ് ടേബിളിന് മുൻപിൽ ഇരുവരും ഇരുന്നു. പാലപ്പവും മുട്ടയും പഴവും കാപ്പിയും മുൻപിലെത്തി. ഉദയൻ മോന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ് പാലപ്പവും മുട്ടയും. കുഞ്ഞുണ്ണിയേട്ടൻ പറഞ്ഞു. കഴിച്ചോ ചേട്ടാ, ഇഷ്ടം പോലെ കഴിച്ചോ, ഇനിയും തരാം. ഉദയൻ ആഹ്ലാദപുരസ്കാരം പറഞ്ഞു. ഇന്ന് മോൻ വന്നത് നന്നായി. ഉദയൻ മോന് പതിവില്ലാത്ത സന്തോഷം. ഞാൻ നാളെയും വരാം. പവിശങ്കർ എഴുന്നേറ്റു. ഇവിടെ മറ്റാരുമില്ലേ? ആരുമില്ല മോനെ, ഞാനും ഈ കൊച്ചും, പിന്നെ അടുക്കളപ്പണിക്ക് ഒരു പെങ്കൊച്ചുമല്ലാതെ മറ്റാരുമില്ല. ചേട്ടൻ എന്നും വരുമോ? ഉദയൻ ചോദിച്ചു. വരാം. പവിശങ്കർ ഉറപ്പ് കൊടുത്തു. തിരികെ പോരുമ്പോൾ പവിശങ്കറിന് മനസ്സിലായി ഉദയൻ മന്ദബുദ്ധിയല്ല. അല്ല മാഡം, തീർച്ചയായും ഉദയൻ ഒരു മന്ദബുദ്ധിയല്ല, പവിശങ്കർ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ വസുന്ധരാശങ്കർ ഒന്ന് സംശയിച്ചു. അവിടെ നിൽക്കുന്ന ജോലിക്കാർ പറഞ്ഞ അറിവല്ലേ മാഡത്തിനുള്ളത്? യെസ്, അവർ പറഞ്ഞത് സത്യമാണ്. അവരുടെ നോട്ടത്തിൽ അവർക്ക് അത്രയേ മനസ്സിലാകൂ. പവിശങ്കർ തിരിഞ്ഞു. അവൻ്റെ സ്വരം ഉയർന്നു. അച്ഛനും അമ്മയും ശ്രദ്ധിക്കാത്ത, പരിചരണവും വിദ്യാഭ്യാസവും ലഭിക്കാത്ത, മറ്റാളുകളുടെ സഹകരണം ലഭിക്കാത്ത ഏതൊരു കുട്ടിയും മന്ദബുദ്ധിയായി പോകും. വളർത്താൻ സൗകര്യമില്ലാത്ത അച്ഛനും അമ്മയും ഉണ്ടാകുന്ന കുട്ടികളെ അപ്പോഴേ ഞെക്കിക്കൊന്നു കളയണം. ഇതിലും ഭേദം അതാണ്. പവിശങ്കർ. വസുന്ധരാശങ്കറിൻ്റെ സ്വരം ഉയർന്നു. യെസ് മാഡം, അതാണ് സത്യം. തേച്ചു മിനുക്കിയെടുത്താൽ ഒരു മുത്താകാൻ സാധ്യതയുള്ള വെറും ഒരു ഓടക്കല്ല് മാത്രമാണിന്ന് ഉദയൻ എന്ന ചെറുപ്പക്കാരൻ. വസുന്ധരാശങ്കർ ചാടി എണീറ്റു. അവർ 2 കരങ്ങളും കൊണ്ട് പവിശങ്കറിനെ ഉയർത്തി എണീപ്പിച്ചു. പിന്നെ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അദമ്യമായ സന്തോഷത്താൽ അവരുടെ മുഖം വിങ്ങിത്തുടുക്കുന്നത് അവൻ കണ്ടു. എന്താണ് ആ ഭാവമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കവേ വസുന്ധരാശങ്കർ അവനെ തൻ്റെ നെഞ്ചിൽ അമർത്തി പുറത്തു തഴുകി. പവി, നിന്നോട് ഞാൻ എൻ്റെ ഈ ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു, നിന്നോട് മാത്രം. അവനെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി നിർത്തി അവർ പറഞ്ഞു. എൻ്റെ മകനെ ഞാൻ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവനെ നീ രക്ഷിക്കണം. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയായിരുന്നു. എൻ്റെ അശ്രദ്ധ, എൻ്റെ സ്വാർത്ഥത, എൻ്റെ പക ഒക്കെ ഞാൻ എൻ്റെ മകനോട് തീർത്തു. അവൻ്റെ ജീവിതം തുലച്ചു. അവർ തുടർന്നു. എനിക്കറിയാം, എന്നോടുള്ള പക തീർക്കാൻ എൻ്റെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് ഞാൻ തന്നെ എറിഞ്ഞുകൊടുത്ത വെറും ഉപകരണമായിരുന്നു എൻ്റെ മകൻ. അവനെ ആ ഗേറ്റിന് വെളിയിൽ ഇറക്കിയിട്ടില്ല. സ്നേഹം എന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. സ്കൂളിൽ അയച്ചിട്ടില്ല. വേലക്കാരുടെ ദയാവായ്പിൽ അവൻ കഴിഞ്ഞു. സ്കൂളിൽ അയക്കാതെ അവൻ്റെ ബുദ്ധി മരവിപ്പിച്ചു.
അങ്ങനെ അവൻ മന്ദബുദ്ധിയായി. ഒക്കെ ഞാൻ അറിയാൻ വൈകി. അറിഞ്ഞപ്പോൾ നെഞ്ചുരുകി ഞാൻ കരഞ്ഞു. ഒരിക്കൽ ഞാൻ കടന്നു ചെന്നു എൻ്റെ മകനെ കൂട്ടിക്കൊണ്ടു പോരാൻ. അയാളുടെ ഉടലിൽ ജീവൻ ശേഷിക്കും വരെ അവനെ വിട്ടുതരില്ലെന്ന് അയാൾ ശപഥം ചെയ്തു. വസുന്ധരാശങ്കർ പല്ലു കടിച്ചു. ഉടലിൽ ജീവൻ ശേഷിക്കുന്നുവെങ്കിലല്ലേ എൻ്റെ മകനെ പിടിച്ചു വയ്ക്കൂ. അതുകൊണ്ട് ഞാൻ അയാളെ കൊന്നു. ഭവിശങ്കർ നടുങ്ങിപ്പോയി. ഞാൻ അയാളെ കൊന്നതാണ് എൻ്റെ മകന് വേണ്ടി. ഭവിശങ്കർ വിറച്ചുപോയി. അവിടെ ആകെ കത്തിയിരിക്കുന്നു എന്നും താൻ അതിനുള്ളിൽ വെന്തമരുകയാണെന്നും അവന് തോന്നിപ്പോയി. പവി ഭയന്നു പോയോ? ഓ ഇല്ല, ഞാനെന്തിനു ഭയക്കണം? അവൻ ചിരിക്കാൻ ശ്രമിച്ചു. സ്വന്തം ഭർത്താവിനെ കൊന്നവൾ. നേരിയ ചിരിയോടെ വസുന്ധരാശങ്കർ തുടർന്നു. ഒരു ജീവപര്യന്തം മുഴുവൻ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നവൾ എന്നാവും പവിയുടെ വിചാരം. കാരണം കൊലപാതകിയല്ലേ. അവൻ മിണ്ടിയില്ല. അവരെ തുറച്ചു നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ വസുന്ധര മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അതൊരു കൊലപാതകമാണെന്ന്. പിന്നെ അവളെ ആര് ശിക്ഷിക്കാൻ? അവർ ചിരിക്കുകയാണ്. പലതവണ കാറിൽ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു അവസരം പാർത്ത്. അവസാനം ഒത്തുകിട്ടി. ഒട്ടും സങ്കോചം തോന്നിയില്ല. ചങ്ക് വിറച്ചില്ല. കണ്ണ് നിറഞ്ഞില്ല. രാത്രിയിൽ നടന്ന ഒരു സാധാരണ അപകടം. സാധാരണ രീതിയിൽ തന്നെ പോലീസ് എത്തി. ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തി. ശവം സംസ്കരിച്ചു. അത്ര തന്നെ. അവർ അമർന്ന സ്വരത്തിൽ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ പച്ചയായ ശരീരത്തിലൂടെ കാർ കയറ്റിയിട്ട് തിരിഞ്ഞു നോക്കാതെ വിട്ടുപോയ വണ്ടിയുടെ ഉടമയെ നാട്ടുകാർ പഴിച്ചിരിക്കാം, പ്രാഗിയിരിക്കാം, ശപിച്ചിരിക്കാം. ഭവിശങ്കർ സ്തംഭിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ മരവിച്ച്. എനിക്കൊട്ടും സങ്കടം തോന്നിയില്ല. ഒട്ടും. എൻ്റെ മനസ്സിൽ തെല്ലും കുറ്റബോധവുമില്ല. അയാൾ അർഹിക്കുന്ന ശിക്ഷ ലോകം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും നിഷ്ഠൂരനാണ് അയാൾ. വഞ്ചകനാണ് അയാൾ. കഴുത്തിൽ താലി കെട്ടി എന്ന ഒറ്റ സ്വാതന്ത്ര്യത്താൽ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാം അതൊക്കെ ചെയ്ത ഇരികാലി മൃഗം. അവനോട് പക വീട്ടാൻ ഏറെ വൈകി. അതുകൊണ്ടാണ് എൻ്റെ മകൻ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണത്. പവി പറയൂ, ഈ അമ്മ ഇനി എന്തു ചെയ്യണം എൻ്റെ മകന് വേണ്ടി? പറയൂ. മറുപടി പറയാൻ ഭവിശങ്കർ അശക്തനായിരുന്നു. അവൻ്റെ മുമ്പിൽ ഭീകരനായ ഒരു കൊലയാളിയായി അവർ നിൽക്കുകയായിരുന്നു. രാവിലെ ഗോവണി വഴി മുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു ഭവിശങ്കർ. സ്റ്റെയർ കേസിൻ്റെ വളവ് തിരിഞ്ഞ് അതേ വേഗതയിൽ തന്നെ ഓടിയിറങ്ങി വരികയായിരുന്നു കൃഷ്ണേന്ദു. കൂട്ടിമുട്ടി എന്നിരുവരും കരുതി. എങ്കിലും പെട്ടെന്ന് നിൽക്കേണ്ടി വന്നപ്പോഴുണ്ടായ ആയത്തിൽ കൃഷ്ണേന്ദു ഭവിശങ്കറിൻ്റെ നെഞ്ചിൽ കൈ കുത്തിപ്പോയി. ഒരു നിമിഷം 4 കണ്ണുകൾ കൂട്ടിമുട്ടി. അടുത്ത നിമിഷത്തിൽ തന്നെ കൃഷ്ണേന്ദു അവനെ കടന്ന് താഴേക്ക് ഇറങ്ങാൻ ഭാവിച്ചു. ഭവിശങ്കർ വലതുകരം വിലങ്ങനെ നീട്ടി. കൃഷ്ണേന്ദു തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിൽ അഗ്നി പൂക്കുന്നത് അവൻ അറിഞ്ഞു. കൃഷ്ണേ, അവൻ മെല്ലെ വിളിച്ചു. അവൾ പല്ലു കടിച്ചു. കൃഷ്ണേന്ദു മുകളിലേക്ക് ഇപ്പോൾ എന്തിനു പോയി? എന്താ, എനിക്ക് മുകളിലേക്ക് പോയിക്കൂടെ? കൃഷ്ണേന്ദുവിൻ്റെ സ്വരം ഉറച്ചതായിരുന്നു. പോകാം. അല്ല, എന്തിനാണെന്ന്? ഞാൻ ചെയ്യുന്നതൊക്കെ പവിസാറിനെ അറിയിച്ചിരിക്കണമെന്നുണ്ടോ? കൃഷ്ണേന്ദു, ആ തീക്ഷ്ണ സ്വരം അവനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. ഞാൻ 750 രൂപ ശമ്പളക്കാരി. സാറിനെ അപേക്ഷിച്ച് തുലോം കൃമിക്ക് സമാനം. സാർ ആര്? സാറിൻ്റെ നിലയെന്ത് എനിക്കറിയാം. ദയവായി എന്നെ വെറുതെ വിട്ടേക്കൂ. ഞാൻ എൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കോട്ടെ. തുടങ്ങിയത് ഉറച്ച സ്വരത്തിലാണെങ്കിലും അവസാനിച്ചപ്പോൾ ആ അതരങ്ങളിൽ വിറയൽ ബാധിച്ചിരുന്നു. മിഴിയോരങ്ങൾ നനഞ്ഞ് തുളുമ്പിയിരുന്നു. കൃഷ്ണേന്ദു എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്നെനിക്കിപ്പോൾ മനസ്സിലായി. ഒരു തെറ്റിദ്ധാരണയുമില്ല. ഒക്കെ ഞാൻ എന്നും കാണുന്നതല്ലേ. ഞാനൊരു ദിവാസ്വപ്നം കണ്ടു. വല്ലാതെ വ്യാമോഹിച്ചു. തെറ്റാണെന്ന് മനസ്സിലായി. പക്ഷേ ഒരു കാര്യമുണ്ട്. പവിസാർ ഉദ്ദേശിക്കുന്ന വഴിയല്ല എൻ്റേത്. എന്നെയും അവളെയും ഒരുപോലെ കാണരുത്. ഭവിശങ്കർ അമ്പരന്നു. അവളോ? അതാര്? എൻ്റെ കണ്ണുകൾ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. കൃഷ്ണേന്ദു പെട്ടെന്ന് താഴേക്കിറങ്ങി. എന്താണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അവൾ ആരാണവൾ? വസുന്ധരാശങ്കറോ? ഏയ്, കൃഷ്ണേന്ദു തന്നെപ്പറ്റി അങ്ങനെ കരുതുമോ? ഒരുപക്ഷെ രതി. വല്ലപ്പോഴും കാണുമ്പോൾ സംസാരിക്കും. അതാണോ അവൾ പറഞ്ഞത്? അതെ, അതാവാനേ തരമുള്ളൂ. റൂമിൽ കടന്നയുടനെ അവൾ ഇൻ്റർകോമിലെ നമ്പർ ഞെക്കി. ഗായത്രിയാണ് എടുത്തത്. കൃഷ്ണേന്ദുവിന് കൊടുക്കൂ. ഹലോ. കൃഷ്ണേന്ദുവിൻ്റെ നേർത്ത സ്വരം. പ്ലീസ് കൃഷ്ണേന്ദു, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ? പറയൂ. എനിക്ക് എന്തെല്ലാം പറയാനുണ്ടെന്നോ? കൃഷ്ണേന്ദു എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് തീർച്ച. ഞാൻ പാർക്കിലേക്കൊന്ന് വിളിച്ചു. സന്ധ്യ വരെ കാത്തു. വരില്ലെന്ന് ഒന്ന് പറയാമായിരുന്നു. ഞാൻ വന്നു. കള്ളം. ഞാൻ കണ്ടില്ലല്ലോ. കാണുകയില്ല. പല മുഖങ്ങൾ തേടുന്നവർക്ക് ഒരു മുഖം മാത്രമുള്ളവരെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. കൃഷ്ണേന്ദു, വാട്ട് നോൺസെൻസ്. പ്ലീസ് സാർ. അവൾ ഇടയിൽ കടന്നു. ഹാളിൽ പലരുമുണ്ട്. അവർ ശ്രദ്ധിക്കുന്നു. എന്നെ ദയവായി ശല്യപ്പെടുത്താതിരിക്കൂ. ഞാനും ജീവിക്കട്ടെ. ശല്യപ്പെടുത്താതിരിക്കൂ. ഞാനും ജീവിക്കട്ടെ. ചാട്ടുളി പോലെ വാക്കുകൾ നെഞ്ചിൽ കൈവച്ച് ഭവിശങ്കർ താഴെ ഇരുന്നു പോയി.
കൃഷ്ണേന്ദു. മനസ്സിൽ പൊട്ടി വിരിഞ്ഞു നിന്നിരുന്ന പൊൻ താമര. അവൾക്ക് എന്തൊരു മാറ്റം! തീർച്ചയായും മാറ്റമുണ്ട്. പഴയ കൃഷ്ണേന്ദു അല്ല അവൾ. വില കുറഞ്ഞ സാരി കഴുകി ഉണക്കി തേച്ച് ഭംഗിയായി ഉടുത്തുകൊണ്ട് വരുമായിരുന്നവൾ. കാതിലും കഴുത്തിലും മുത്തുകൾ കോർത്തിണക്കി ഇരുന്നു അവൾ. എന്നാൽ ഇപ്പോൾ അതിശയകരമായ മാറ്റമാണ്. വില കൂടിയ സാരികൾ, കാതിലും കഴുത്തിലും കയ്യിലും ആഭരണങ്ങൾ. തളർന്നു കിടക്കുന്ന അച്ഛനും നിസ്സഹായയായ അമ്മയ്ക്കും 4 സഹോദരിമാർക്കും കൂടി ജീവിക്കാൻ 750 രൂപ കൊണ്ട് എങ്ങനെ സാധിക്കും? അതിനിടയിലാണ് ഈ ആർഭാടങ്ങൾ. എങ്ങനെ? എന്താണ് വഴി? ഒരു സത്യം നടുക്കത്തോടെ പവിശങ്കർ മനസ്സിലാക്കി. മാടവുമായി കൃഷ്ണേന്ദു അടുപ്പം തുടങ്ങിയ നാൾ മുതലാണ് ഈ മാറ്റം. എന്താണ് ആ അടുപ്പത്തിൻ്റെ രഹസ്യം? ആരോട് ചോദിച്ചാൽ അറിയാം? അവൾ അമ്പയെ മാറിക്കഴിഞ്ഞു. അവൻ്റെ ഉത്സാഹം നശിച്ചു. എന്നാലും ഉദയൻ്റെ കാര്യത്തിൽ അവൻ യാതൊരു തരത്തിലുള്ള ഉദാസീനതയോ വിട്ടുവീഴ്ചയോ ചെയ്തില്ല. ദിവസവും പോയി ഉദയനുമായി പല കാര്യങ്ങൾ സംസാരിച്ചു. അവൻ്റെ പല സംശയങ്ങളും ദൂരീകരിച്ചു. കഥകൾ പറഞ്ഞു. അവനുമൊത്ത് ആ വീട്ടിൽ അന്തിയുറങ്ങി. മെല്ലെ അവൻ്റെ ഭയം നീങ്ങിയപ്പോൾ ബൈക്കിന് പിന്നിൽ ഇരുത്തി. ആദ്യമൊക്കെ പവിശങ്കറിനെ അവൻ ഇറകെ പിടിച്ചിരുന്നു. പിന്നെ അനായാസമായി അവൻ ബൈക്കിന് പിന്നിൽ ഇരിക്കാൻ പഠിച്ചു. ഒരു ട്യൂഷൻ മാസ്റ്ററെ ഉദയന് വേണ്ടി ഏർപ്പെടുത്തി. കൊച്ചുകുട്ടിയെപ്പോലെ തറയും പനയും എഴുതിച്ചു. ആ മുതൽ വരെ പഠിപ്പിച്ചു. അങ്ങനെ അറിവിൻ്റെ അക്ഷരങ്ങളിലേക്ക്, മേഖലയിലേക്ക് പവിശങ്കർ അവനെ മെല്ലെ കൈപിടിച്ച് നടത്തി. ഒരു കാര്യം പവിശങ്കറിന് മനസ്സിലായി. ഉദയൻ മന്ദബുദ്ധി അല്ലെന്ന് മാത്രമല്ല, അവൻ അതിബുദ്ധിമാനാണ്. ഒറ്റത്തവണ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി, അച്ചടിച്ചതുപോലെ അവൻ അത് മനസ്സിൽ പതിയും. അതുകൊണ്ട് തന്നെ അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയും വളരെ വേഗത്തിലായിരുന്നു. അവിശ്വസനീയമായ വേഗതയിൽ അവനെ ബൈക്ക് ഓടിക്കുവാൻ പവിശങ്കർ പഠിപ്പിച്ചു. ഒരു ദിവസം പവിശങ്കറിൻ്റെ പിന്നിലിരുത്തി ഉദയൻ ബൈക്ക് ഓടിച്ചു. സന്തോഷം കൊണ്ട് ആ ചെറുപ്പക്കാരൻ അന്ന് തുള്ളിച്ചാടി കൈ കാട്ടി ആർത്ത് വിളിച്ചു. ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നതുവരെ എനിക്ക് എന്തൊരു സങ്കടമാണെന്നോ. ഉദയൻ പറഞ്ഞു. എപ്പോഴും ചേട്ടനോട് വർത്താനം പറയാനും ചിരിക്കാനും എനിക്കിഷ്ടമാണ്. ചേട്ടനോട് സംസാരിക്കുവാനും ചിരിക്കുവാനും എനിക്ക് സന്തോഷമാണ് എന്ന് പറയൂ. പവിശങ്കർ തിരുത്തി. അതെ, അങ്ങനെ തന്നെ. അതിനിപ്പോൾ എന്താ വഴി? ഉദയൻ ചിരിച്ചു. വഴിയുണ്ടാക്കാം. പവിശങ്കർ വഴിയുണ്ടാക്കി. വസുന്ധരാശങ്കറിലൂടെ ഉദയൻ്റെ വീട്ടിൽ ഫോൺ നമ്പർ ഡയൽ ചെയ്യാനും ഹലോ വിളിപ്പിക്കാനും റിസീവറിലൂടെ സംസാരിക്കുവാനും അവനെ പഠിപ്പിച്ചു. ആദ്യമായി ഉദയൻ ഡയൽ ചെയ്തു. പവിശങ്കർ എടുത്തു. ഹലോ ചേട്ടാ. ഹലോ, കേൾക്കാമോ? ഹലോ, ഞാൻ വിളിക്കുന്നത് കേൾക്കാമോ? പവിശങ്കർ അപ്പുറത്തു നിന്ന് പൊട്ടിച്ചിരിച്ചു. റിസീവറിലൂടെ ആ ചിരി ഉദയൻ്റെ ചെവിയിലെത്തി. അവൻ നാണിച്ചു പോയി. ഹലോ എന്ന ഉദയൻ്റെ സ്വരം എക്സ്റ്റൻഷനിലൂടെ വസുന്ധരാശങ്കർ പിടിച്ചിരുന്ന റിസീവറിലും കേട്ടു. അവരുടെ ഹൃദയം തുടിച്ചു. കണ്ണുകൾ നിറഞ്ഞു. ആ റിസീവർ നെഞ്ചിലുടക്കി. മെഡിക്കൽ ഷോപ്പിൽ തിരക്കുള്ള ഒരു ദിവസം. 2 കമ്പനിക്കാരുടെ മരുന്ന് വന്ന ദിവസം. സ്റ്റോക്ക് എടുത്ത് ഇനം തിരിക്കണം. കസ്റ്റമേഴ്സും ധാരാളം. അപ്പോഴാണ് കൃഷ്ണേന്ദുവിൻ്റെ ലീവ് ലെറ്റർ കിട്ടുന്നത്. 3 ദിവസത്തേക്ക്. മാഡം സമ്മതിക്കുമോ? അന്നത്തെ പ്രധാനപ്പെട്ട കത്തുകളുടെ കൂടെ ഫയൽ ചെയ്തു. കൃഷ്ണേന്ദുവിൻ്റെ ലീവ് ലെറ്ററും അറ്റൻഡറുടെ കയ്യിൽ കൊടുത്തുവിട്ടു. ഒരു മുന്നറിയിപ്പുമില്ലാതെ 3 ദിവസത്തെ ക്യാഷ് ലീവോ? എന്താ കാര്യം? കൃഷ്ണേന്ദു എവിടെ പോയി? മാഡം സമ്മതിക്കില്ല തീർച്ച. പക്ഷേ അറ്റൻഡർ തിരികെ കൊണ്ടുവന്ന ഫയലിൽ കൃഷ്ണേന്ദുവിൻ്റെ ലീവ് ലെറ്റർ സാങ്ഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒറ്റ അക്ഷരം പോലും വിശദീകരണം തേടാതെ പവിശങ്കർ മെല്ലെ ഡോർ വലിച്ചു തുറന്ന് അടുത്ത മുറിയിലേക്ക് കടന്നു. മാഡം, കൃഷ്ണേന്ദു ലീവിലാണ്. യെസ്. താഴെ കൗണ്ടറിൽ ആരും ഉണ്ടാവില്ല. ഞാൻ കൗണ്ടറിൽ ഇരിക്കാം. ഓക്കെ, താങ്ക് യു മാഡം. അവൻ പുറത്തിറങ്ങി. അന്ന് പവിശങ്കർ ആയിരുന്നു കൗണ്ടറിൽ. പിറ്റേന്നും 3-ാം ദിവസവും. 3-ാം ദിവസം വൈകുന്നേരമാണ് ഫോൺ വന്നത്. പവിശങ്കർ അറ്റൻഡ് ചെയ്തു. സ്തംഭിച്ചിരുന്നു പോയി. രതിയുടെ അമ്മ മരിച്ചു. രതി ആരുടെയോ സ്ലിപ്പ് നോക്കി മരുന്നെടുക്കുന്നു. രതിയുടെ അമ്മ മരിച്ചു. ഫോൺ വന്നു. അമ്മയുടെ മരണം കാത്തുകാത്തിരുന്ന മകൾ. പക്ഷേ ആ അമ്മ മരിക്കുമ്പോൾ മകൾ എത്ര അകലെ. പവിശങ്കർ നോക്കി. ഗായത്രിയോട് എന്തോ പറഞ്ഞവൾ പൊട്ടിച്ചിരിക്കുന്നു. പവിശങ്കർ വിയർത്തൊഴുകി. എങ്ങനെ അവളോട് പറയും? മാഡത്തിനെ അറിയിക്കാം. പക്ഷേ ഇൻ്റർകോമിലൂടെ വിളിച്ചാൽ അവൾ കേൾക്കും. പവിശങ്കർ പെട്ടെന്ന് ഹാളിൽ നിന്നിറങ്ങി സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് പാഞ്ഞു. മാഡം, പവിശങ്കർ കാര്യം പറഞ്ഞു. മൈ ഗോഡ്. വസുന്ധരാശങ്കർ കണ്ണട എടുത്തു മാറ്റി. ആ മുഖമാകെ ദുഃഖം കൊണ്ട് നിറഞ്ഞു. പവിശങ്കറിന് അമ്പരപ്പ് തോന്നി. രതി ഈ ഷോപ്പിലെ ഒരു സെയിൽസ് ഗേളാണ്. പക്ഷേ അവളുടെ അമ്മ മരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നത് എന്തിന്? പുവർ ഗേൾ, അവർ പറയുന്നു. രതിയെക്കുറിച്ചാകും. രതി അറിഞ്ഞില്ല മാഡം. കോൾ അറ്റൻഡ് ചെയ്തത് ഞാനാണ്. ശരി, കാർ എടുത്തോളൂ. ഞാൻ പറഞ്ഞു എന്ന് പറയൂ. ഒപ്പം വരാം. വരും. അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി. ഓക്കെ മാഡം. കൗണ്ടറിൽ പവി പോയിക്കോളൂ. ഉറച്ച സ്വരം.
വസുന്ധര ശങ്കർ കീ വെച്ച് നീട്ടി. അതും വാങ്ങി പവിശങ്കർ പുറത്തിറങ്ങി. ധൃതിയിൽ താഴെ എത്തി രതിയുടെ അടുത്ത് ചെന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു, മാഡം പറഞ്ഞു എൻ്റെ ഒപ്പം വരാൻ. എവിടേക്ക്? വരൂ. അവൾ ചിരിയോടെ തലയാട്ടി. പവിശങ്കർ കാർ സ്റ്റാർട്ട് ചെയ്തു. പിൻസീറ്റിൽ രതി കടന്നിരുന്നു. കടയിലുള്ളവരുടെ നെറ്റിയിൽ ചുളിവുകൾ. അകന്നുപോകുന്ന കാറിനെ നോക്കി അവർ അന്തം വിട്ടുനിന്നു. പിന്നെ പരസ്പരം നോക്കി കുശുകുശുത്തു. നിമിഷങ്ങൾ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഗോവണിപ്പടിമേൽ ചെരുപ്പിൻ്റെ സ്വരം. വസുന്ധര ശങ്കർ. കൗണ്ടറിൽ ക്യാഷ്യറുടെ കസേരയിൽ വസുന്ധര ശങ്കർ ഇരുന്നു. അവർ ബില്ലടിച്ചു. കസ്റ്റമേഴ്സിനോട് പണം വാങ്ങി. ബാലൻസ് നൽകി. കൗണ്ടറിൽ തികഞ്ഞ നിശബ്ദത. ശ്വാസം കഴിക്കുന്നത് തന്നെ നന്നേ പാടുപെട്ട്. സന്ധ്യ. 7 മണിക്ക് ക്ലോസ് ചെയ്തു. കട അടയ്ക്കാറായി. അന്നത്തെ ബിൽ ടോട്ടൽ നോക്കി. ക്യാഷ് രജിസ്റ്ററിൽ ബിൽ ടോട്ടൽ വന്നു. ക്യാഷ് എണ്ണി. ഒരിക്കൽ കൂടി എണ്ണി. 18,000 രൂപയില്ല. വസുന്ധര ശങ്കറിൻ്റെ കണ്ണുകൾ തുറച്ചു. 18,000 രൂപ. അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ ആ രൂപം തെളിഞ്ഞു വന്നു. പവിശങ്കർ. അതെ, ചതിക്കാൻ തന്നെ, മനഃപൂർവ്വം. ആരാണെന്നറിയാമോ? മാഡം. പവിശങ്കറിൻ്റെ നാവിറങ്ങി. ദാ കണ്ടോളൂ. വസുന്ധര ശങ്കർ ബെല്ലടിച്ചു. പിൻവശത്തെ വാതിൽ തുറന്നു. അറ്റൻഡർ തള്ളി ആ മുറിയിലേക്ക് വിട്ടയാൾ വിജയൻ. പവിശങ്കർ സ്തംഭിച്ചുപോയി. തലയ്ക്ക് പിന്നിൽ കൂടം കൊണ്ടടി കിട്ടിയതുപോലെ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. പവിയെ കൊടുക്കാൻ വർഗീസിൻ്റെ ചിന്താഗതിയാണ് ഇവനും. വസുന്ധര ശങ്കർ അലറി. പക്ഷെ ഞാൻ വിഡ്ഢിയാണെന്ന് ഇവർ കണക്കുകൂട്ടി. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? വ്യക്തമായ തെളിവില്ലാതെ വസുന്ധര ഒന്നും ചെയ്യില്ലെന്ന് നിനക്ക് ഇനിയെങ്കിലും മനസ്സിലാകുമല്ലോ. തൽക്കാലം ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ല. അതാ നിനക്ക് പോകാം. പിരിച്ചുവിട്ടുകൊണ്ടുള്ള നോട്ടീസ് വസുന്ധര ശങ്കർ അവൻ്റെ നേരെ നീട്ടി. വിജയൻ തളർന്നുപോയി. മര്യാദയ്ക്ക് വീട്ടിൽ പോയാൽ നിനക്ക് നന്ന്. മറ്റു വഴികൾ സ്വീകരിച്ചാൽ. അജിത് കുമാറിനെ ഓർമ്മയുണ്ടല്ലോ. വർഗീസിനെ മറന്നിട്ടില്ലല്ലോ. അവരുടെ വഴി തന്നെ നിനക്കും തുടരേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പായിരുന്നു. വിജയൻ്റെ മുഖം വിയർത്തൊഴുകി. തല കുമ്പിട്ടു. മുഖത്താകെ ദയനീയത പരന്നു. ഗെറ്റ് ഔട്ട്. വസുന്ധര ശങ്കർ ആജ്ഞാപിച്ചു. വിജയൻ മെല്ലെ പുറത്തിറങ്ങി. MA വരെ പഠിച്ചത്രേ. അതുകൊണ്ടെന്ത്? വിഡ്ഢി. ക്യാഷ് രജിസ്റ്ററിൽ വെറുതെ വിരലോടിച്ചാൽ പദ്ധതി നടക്കുമെന്ന് കരുതി പോയി. പാവം. വസുന്ധര ശങ്കർ പുച്ഛിച്ചു. പവി, സത്യം തെളിയിക്കുവാൻ നിനക്ക് കഴിവുണ്ടോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു എന്നേയുള്ളൂ. ഓക്കെ, അവൻ പോകട്ടെ. വസുന്ധര ഇപ്പോൾ ക്ഷമിക്കാൻ പഠിക്കുകയാണ്. അവൻ മെല്ലെ മുറിക്ക് പുറത്തിറങ്ങി തൻ്റെ മുറിയിലേക്ക് നടന്നു. അപ്പോഴാണ് സൂസൻ തോമസ് കടന്നു വന്നത്. ഗായത്രിയുടെയും രതിയുടെയും കൃഷ്ണേന്ദുവിൻ്റെയും നടുവിൽ എന്നും ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന ഹതഭാഗ്യ. സൂസൻ തോമസ്. എന്താ സൂസൻ? മാഡത്തിനെ ഒന്ന് കാണാൻ. എന്താ? ശമ്പളം ഇത്തിരി അഡ്വാൻസായി ചോദിക്കാമെന്ന് കരുതിയാണ്. അതെന്താ പതിവില്ലാതെ? മരുന്ന് വാങ്ങാനാണ് സാർ എനിക്ക്. സൂസൻ്റെ മുഖം മങ്ങി. സ്വരം താഴ്ന്നു. ശരി, ഞാൻ പറയാം. പവിശങ്കർ മാഡത്തിൻ്റെ മുറിയിലേക്ക് കടന്നു. തിരികെ വന്നു പറഞ്ഞു, ചെന്നോളൂ. സൂസൻ തോമസ് അകത്തേക്ക് പോയി. പാവം പെൺകുട്ടി. ആ കണ്ണുകൾ എപ്പോഴും ഈറനായിരിക്കും. ആ മുഖത്ത് വല്ലാത്ത വ്യതയുടെ പ്രതിബിംബമാണ് എപ്പോഴും. സൂസൻ തോമസിന് അച്ഛൻ മാത്രമേയുള്ളൂ. അമ്മ മരിച്ചിട്ട് വർഷങ്ങളായി. സഹോദരങ്ങൾ ആരുമില്ല. അച്ഛനും മകളും, മകൾക്ക് അച്ഛനും. അതുമാത്രമല്ല അവളുടെ ദുഃഖത്തിന് കാരണം. ആ കുട്ടിക്ക് എന്തോ അസുഖമുണ്ട്. തീരാവ്യാധി. ആസ്മയോ അതുപോലുള്ള എന്തോ. സൂസൻ തോമസിനെ മാത്രം ഈശ്വരൻ ക്രൂരമായി ശിക്ഷിച്ചിരിക്കുന്നു. കറുത്തു മെലിഞ്ഞ ശരീരം, പൊങ്ങിയ പല്ലും കൂർത്ത മുഖവും. ആ കണ്ണുകൾ ലേശം കോങ്കണ്ണുള്ളതാണോ എന്ന് സംശയം തോന്നും. സൂസൻ തോമസ് തിരികെ വന്നു. ആ മുഖം പ്രസന്നമായിരുന്നു. കാര്യം സാധിച്ചോ? പവിസാറിനോട് പറയാൻ പറഞ്ഞു. ദാ ഈ മരുന്നും തന്നു. കയ്യിലിരുന്ന പാക്കറ്റ് സൂസൻ കാട്ടി. ഗുളികകളാണ്, കവർ ചെയ്ത ഗുളികകൾ. മാഡത്തിന് സാമ്പിൾ കിട്ടിയതാണെന്ന് പറഞ്ഞു. എന്തേ സൂസൻ തോമസിനോട് മാത്രമേ പ്രതിപത്തി? സൂസൻ എവിടെ വരെ പഠിച്ചു? അഡ്വാൻസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നതിനിടയിൽ വെറുതെ ചോദിച്ചതാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഇവിടുത്തെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയായിരുന്നു? അവൻ്റെ ചോദ്യത്തിന് രഹസ്യാന്വേഷണ ഭാവം ഉണ്ടായിരുന്നത് പക്ഷേ സൂസൻ തോമസിന് മനസ്സിലായില്ല. ഒരു ദിവസം എനിക്ക് ഓർഡർ വന്നു. ഞാൻ വന്ന് ജോയിൻ ചെയ്തു. ആപ്ലിക്കേഷൻ അയക്കാതെ. അതെ, ഇവിടെ വേക്കൻസി ഉണ്ടോ എന്ന് നമ്മളൊക്കെ അല്ലാതെ എങ്ങനെ അറിയാൻ? സൂസൻ ചിരിച്ചു. കൃഷ്ണേന്ദുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ച് ക്യാഷ്യർ ജോലി കൊടുത്തത് സൗന്ദര്യം കണ്ടിട്ടാണെന്ന് ഞാൻ ധരിച്ചു. പക്ഷേ സൂസൻ തോമസിന് ജോലി കൊടുത്തതിൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആണ്. അതെന്തായിരിക്കും? എന്നോട് എന്തോ പ്രത്യേക സ്നേഹമുണ്ട്. മിക്കപ്പോഴും വിളിച്ച സാമ്പിൾ മരുന്നുകൾ തരും. സൂസൻ പറഞ്ഞു. ശരി, ഇതാ ഈ ഫോം കൃഷ്ണേന്ദുവിനെ ഏൽപ്പിക്കണം. പണം തരും. ശരി സാർ. താങ്ക് യു. സൂസൻ തോമസ് ചിരിയോടെ മടങ്ങി. പിറ്റേന്ന് വസുന്ധര മെഡിക്കൽസിനെ ആകെ നടുക്കത്തിലാഴ്ത്തിക്കൊണ്ട് ആ വാർത്ത വരുന്നു. സൂസൻ തോമസ് മരിച്ചു. ആത്മഹത്യ. സൂസൻ തോമസ് എങ്ങനെ മരിച്ചു? എന്തിനവൾ ആത്മഹത്യ ചെയ്തു? ഒരു ദുഃഖസാഗരമായിരുന്നു അവളെന്നറിയാം.
ഒരു നിശബ്ദ ജീവി. പക്ഷെ മരിക്കാൻ മാത്രം കാരണങ്ങളുണ്ടോ അവൾക്ക് പിന്നിൽ? ആ ആസ്മ അവളെ ശല്യപ്പെടുത്തിയിരുന്നു എന്നത് സത്യം. പക്ഷേ അതുകൊണ്ട് ജീവിതം നിരാശയിൽ കൊണ്ടുപോയിരുന്നു എന്ന് പറയാനാവില്ല. പിന്നെ എന്തിനു മരിച്ചു? പുലർച്ചെ എന്ന് സൂസൻ ഉണർന്ന് കാപ്പിയുമായി അവളുടെ അച്ചായനെ വിളിച്ചുണർത്തും. അതായിരുന്നു പതിവ്. പക്ഷേ അച്ചായ ഉണർന്നിട്ടും ഇന്ന് മകൾ ഉണർന്നില്ല. മകളെ വിളിച്ചു. ഉണരാതിരുന്നപ്പോൾ കുലുക്കി വിളിച്ചു. മകൾ ഉണർന്നില്ല. അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അപ്പൻ തകർന്നുപോയി. ശവം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. രവിശങ്കർ മാഡത്തിൻ്റെ മുറിയിൽ ചെന്നു. മാഡം, സൂസൻ തോമസ് ആത്മഹത്യ ചെയ്തു. വസുന്ധര ശങ്കറിൻ്റെ കണ്ണുകൾ ആ കണ്ണടയ്ക്കുള്ളിൽ കത്തിയെരിയുന്നു. രവിശങ്കർ തെല്ല് പിന്നോക്കം നിന്നുപോയി. മാഡം, ഞാൻ പറഞ്ഞത് മനസ്സിലായി. തികച്ചും ഗൗരവസ്വരം. മാഡം പോകുന്നുണ്ടോന്ന്? ജീവിക്കുന്നവരെ കാണുന്നതാണ് എനിക്കിഷ്ടം. അവർ അവനെ തുറിച്ചു. അല്ല, നമ്മുടെ കടയിൽ നിന്നിരുന്ന നോ മോർ മിസ്റ്റർ രവിശങ്കറിന് പോകണമെന്നുണ്ടെങ്കിൽ പോകാം. ലീവ് എഴുതി വെച്ചോളൂ. മൈ ഗോഡ്! രവിശങ്കറിൻ്റെ കണ്ണ് തള്ളി. ഇവർ ഒരു സ്ത്രീയാണോ? അവൻ ആകെ അമർഷം കൊണ്ട് വിങ്ങിത്തുടുത്തു. പ്രതികരിക്കാൻ കഴിയാത്തതിൻ്റെ അമർഷം. പുറത്തിറങ്ങിയിട്ട് അവൻ വലത് മുഷ്ടി ചുരുട്ടി തൻ്റെ ഇടത് കൈവെള്ളയിൽ ആഞ്ഞിടിച്ചു. വീണ്ടും ദുഷ്ട രാക്ഷസി! 1000 തവണ മനസ്സിൽ അങ്ങനെ ഉരുവിട്ടു. സൂസൻ തോമസിൻ്റെ ശവസംസ്കാരത്തിന് രവിശങ്കർ പോയില്ല. മനഃപൂർവ്വം തന്നെ. ലീവ് എഴുതി വെച്ചിട്ട് ആരൊക്കെയോ പോയി എന്നവൻ അറിഞ്ഞു. പോയവരൊക്കെ പരസ്പരം പറഞ്ഞു രവിശങ്കർ പോയില്ല എന്ന്. പോകണ്ട എന്ന് മാഡം പറഞ്ഞിരിക്കും. ഛീ! അവർ പരസ്പരം പുച്ഛത്തോടെ നോക്കി പുഞ്ചിരിച്ചു. കൃഷ്ണേന്ദു അമർഷത്തോടെ പല്ല് കടിച്ചു. ഇന്ന് ഞാൻ നാളെ നീ എന്ന് ഒരുത്തനും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ അയാളുടെ വിചാരം കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ 1000 വർഷം ഇരിക്കാമെന്നായിരിക്കും. കാണാൻ പോകുന്ന പൂരമല്ലേ? രതി മാത്രം അവസരം ഒത്തുകിട്ടിയപ്പോൾ ചോദിച്ചു. അവൾ ഇന്നാണ് വരുന്നത്. എന്തേ പവിസാർ സൂസൻ്റെ ശവസംസ്കാരത്തിന് പോയില്ല? സൂസൻ്റെ ശവശരീരം പള്ളി സിംസ്തേരിയിൽ അടക്കം ചെയ്ത് കഴിഞ്ഞില്ലേ? രവിശങ്കർ ചോദിച്ചു. കഴിഞ്ഞു. ഞാൻ വരാത്തത് കൊണ്ട് ശവം ചീഞ്ഞു പോയില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാന്നല്ലേ? രതി അമ്പരപ്പോടെ അവനെ നോക്കി. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് മടുത്തപ്പോഴാണ് അവൾ അങ്ങനെ ചോദിച്ചത്. പറയുന്നത് പവിസാറിനെക്കുറിച്ചാണെങ്കിലും തനിക്കാണ് നൊമ്പരപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾ അതേക്കുറിച്ച് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചത്. തൻ്റെ അമ്മ മരിച്ചു എന്നറിഞ്ഞ നിമിഷത്തിൽ തന്നെ വീട്ടിൽ പവിസാർ ഓടിയെത്തി. എല്ലാ കാര്യത്തിലും സഹായിച്ചു, നേതൃത്വം നൽകി, തൻ്റെ അടുത്തിരുന്ന് സമാധാനിപ്പിച്ചു. ഒക്കെ എല്ലാവരും കണ്ടതാണ്. അതോ അതിനിപ്പോൾ എന്താ? രതിമാടത്തിൻ്റെ ആളല്ലേ? അവളുടെ അമ്മ മരിച്ചപ്പോൾ പോകാൻ പവിസാറിനോട് മാഡം പറഞ്ഞു കാണും. പക്ഷേ സൂസൻ തോമസ് മാഡത്തിൻ്റെ ആരുമല്ല. അതുകൊണ്ട് പോയില്ല. അതാണ് അവരുടെ വിശദീകരണം. പവിസാർ എന്തേ വരാഞ്ഞു? തന്നോടെന്തേ ഇത്രയും പരുഷമായി പറഞ്ഞു? വല്ലാത്ത നൊമ്പരം തോന്നി. കണ്ണുകൾ നിറഞ്ഞു. എന്നോ എപ്പോഴോ ആ മനുഷ്യൻ മുഴുവനാലെ തൻ്റെ ആത്മാവിൽ കുടിയേറി പാർത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് രതി മനസ്സിലാക്കി. ഒടുവിലത്തെ അത്താണിയായിരുന്നു. അമ്മ മരിച്ചപ്പോഴേക്കും തൻ്റെ ചിറകൊടിഞ്ഞു എന്ന് കരുതിയതാണ്. പക്ഷേ പവിസാർ, ആ മുഖം, ആ സാന്ത്വനം, ആ സാമീപ്യം, എല്ലാ ചുമതലയും ഏറ്റെടുത്ത തൻ്റെ അത്താണി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയ നിമിഷമായിരുന്നു അത്. തനിക്ക് ആരുമില്ല എന്നത് സത്യമല്ല എന്ന് ആരോ തനിക്കുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ പവിസാറിൻ്റെ ഇപ്പോഴത്തെ ഭാവം. വസുന്ധര ശങ്കറിൻ്റെ മുറിയിലായിരുന്നു രവിശങ്കർ. ഒരു മെഡിസിൻ കമ്പനിയിൽ നിന്നുള്ള കൊട്ടേഷൻ നോട്ടീസിനുള്ള മറുപടി ഡിസ്കസ് ചെയ്യുകയായിരുന്നു ഇരുവരും. വസുന്ധര ശങ്കർ പറയുന്നു, രവിശങ്കർ എഴുതുന്നു. അപ്പോഴാണ് ഇൻ്റർകോം ശബ്ദിച്ചത്. രവിശങ്കറാണ് എടുത്തത്. താഴെ നിന്ന് രതിയുടെ സ്വരം. ഒരാൾ മാഡത്തിനെ കാണാനെത്തിയിരിക്കുന്നു. ആരാണ്? സൂസൻ്റെ ഫാദറാണ്. മാഡം, സൂസൻ്റെ ഫാദർ മാഡത്തിനെ കാണണമെന്ന്. സൂസൻ്റെ ഫാദർ. വസുന്ധര ശങ്കറിൻ്റെ കണ്ണുകൾ കണ്ണടയ്ക്കുള്ളിൽ തുറിച്ചുന്തി കത്തിയെരിഞ്ഞു. നിമിഷത്തിനുള്ളിൽ ആ മുഖം ചുവക്കുന്നത് അവൻ കണ്ടു. അമ്പരപ്പോടെ അവരുടെ സ്വരം കേട്ടു. വരാൻ പറയൂ. ആ സ്വരം കടിച്ചു ഞെരിക്കുന്ന പല്ലുകളുടെ ഇടയിൽ നിന്നാണെന്ന് അവൻ അറിഞ്ഞു. തുറച്ചു നോക്കിയപടി ഒരേ നിലയിൽ അവർ ഇരിക്കുന്നത് കണ്ടപ്പോൾ എണീറ്റുകൊണ്ട് രവിശങ്കർ പറഞ്ഞു, മാഡം, ഞാനെന്നാൽ പിന്നെ വരാം. ഞെട്ടിയതുപോലെ അവർ അവനെ തുറച്ചു നോക്കി. പിന്നെ പറഞ്ഞു, പോകണ്ട, ഇരിക്കൂ. അവൻ വീണ്ടും ഇരുന്നു. ഫ്ലാഷ് ഡോർ മെല്ലെ അനങ്ങുന്നു. യേസ്. പെട്ടെന്ന് ആ സ്വരം സൗമ്യവും മൃദുലവുമായി എന്നവൻ അറിഞ്ഞു. കണ്ണിൽ കത്തലില്ല, മുഖത്തെ ചുവപ്പില്ല. ഓ, നിമിഷങ്ങൾക്കുള്ളിലാണല്ലോ ഈ സ്ത്രീയുടെ ഭാവമാറ്റം. എന്തേ സൂസൻ്റെ ഫാദർ എന്ന് കേട്ടപ്പോൾ അവരുടെ മുഖം ഗൗരവത്തിലായത്. വാതിൽ തുറന്ന് ഒരു മധ്യവയസ്കൻ കടന്നു വന്നു. പാൻസും ഷർട്ടും വേഷം. ഇത്തിരി കഷണ്ടി ബാധിച്ച തല, അങ്ങിങ്ങായി നരയുണ്ട്, മൂക്കറ്റം മദ്യപിച്ചിട്ടുണ്ട്. അതാണ് ഇഷ്ടൻ്റെ ദൗർബല്യം. എന്തേ വന്നത്? വസുന്ധര ശങ്കർ സൗമ്യമായി ചോദിച്ചു. എൻ്റെ മകൾ അറിഞ്ഞു. വസുന്ധര ശങ്കറിൻ്റെ സ്വരം. എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല മാഡം. എനിക്കറിയാം. മരണത്തെ എന്നും ഭയപ്പെടുന്നതാണ് എൻ്റെ മോൾ. മിസ്റ്റർ തോമസ്, വസുന്ധര ശങ്കറിൻ്റെ സ്വരം ഉയർന്നു. ഇവിടെ എൻ്റെ മുൻപിൽ നിങ്ങൾ എന്തിനു വന്നു?
എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തതല്ല, അവളെ കൊന്നതാണ്, തോമസ് ഉറക്കെ പറഞ്ഞു. എങ്കിൽ വിവരം പോലീസിൽ പറയുക. ഇതൊരു മെഡിക്കൽ ഷോപ്പാണ്, പോലീസും കോടതിയും ഒന്നുമല്ല. അവരുടെ സ്വരം ഉയർന്നു. ഇത് മെഡിക്കൽ ഷോപ്പല്ല, കൊലയേറിയാണ്. ഹേ മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളെപ്പോലുള്ളവർക്ക് പോക്കൃത്തരം കാട്ടാനുള്ളതല്ല ഈ സ്ഥലം. നിങ്ങൾ മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ മഹാപോക്രിയ. അറിയാം. എന്തറിയാമെന്ന്? ഇയാൾക്ക് എന്താ അറിയാവുന്നത് അത് പറയൂ. നിങ്ങൾ എൻ്റെ മകളെ കൊന്നു. തോമസ് വിരൽ ചൂണ്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പൊട്ടാസ്യം സയനൈഡ് കലർന്ന ഗുളികകൾ കഴിച്ചാണ് അവൾ മരിച്ചതെന്ന്. നിങ്ങളാണ് അവൾക്ക് ഗുളികകൾ കൊടുത്തത്. വന്നപ്പോഴേ അതവൾ എന്നോട് പറഞ്ഞു. എന്നിട്ടാണ് അവൾ അത് കഴിച്ചത്. അതെ, നിങ്ങളാണ് എൻ്റെ മകളെ കൊന്നത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ പണവും പ്രതാപവും എനിക്ക് പുല്ലാണ്. നിങ്ങളെക്കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. ഞാൻ ആരെന്ന് കരുതി? വസുന്ധര ശങ്കർ പൊട്ടിച്ചിരിച്ചു. പവിശങ്കർ നടുങ്ങിപ്പോയി. ഇവർ ചിരിക്കുന്നു. തോമസിൻ്റെ കണ്ണുകൾ കത്തി. നിങ്ങൾ ചിരിക്കുന്നു. ജാട പറഞ്ഞ് സാമ്പിളാണെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കൊന്നു. അവൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് അവളല്ല, നിങ്ങളാണ്. വസുന്ധര ശങ്കർ വിരൽ ചൂണ്ടി. ഞാനോ? തോമസ് നെഞ്ചിൽ കൈവച്ചു. അതെ, നിങ്ങൾ ചെയ്തു. ഞാനിന്ന് പകരം വീട്ടി. അത് മകളോടായിപ്പോയി, അത്രമാത്രം. എന്ത് പകരം വീട്ടിയെന്നോ? അയാൾ കണ്ണുമിഴിച്ചു. അതെ, വസുന്ധര ശങ്കർ തുടർന്നു. നിങ്ങളെ ഞാൻ തേടി തേടി നടന്നാണ് കണ്ടുപിടിച്ചത്. പക പോക്കാൻ എനിക്ക് നിങ്ങളിലേക്കുള്ള പാലമായിരുന്നു മകൾ. അതിനുവേണ്ടിയാണ് അഡ്രസ്സ് കണ്ടുപിടിച്ച് ഞാൻ മകൾക്ക് ഓർഡർ അയച്ചത്. പിന്നെന്താ? നിങ്ങളുടെ മകൾക്ക് വിളിച്ച് ജോലി കൊടുത്താൽ വസുന്ധര ശങ്കറിന് മോശം കിട്ടുമെന്ന് കരുതിയോ? നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു. നിങ്ങൾക്ക് ഭ്രാന്താണോ? അതേടാ. വസുന്ധര ശങ്കർ ചാടി എണീറ്റു. പവിശങ്കർ വിറച്ചുപോയി. എനിക്ക് ഭ്രാന്താടാ, അവർ ആക്രോശിച്ചു. ശരിയാണ്, ഞാനാണ് കൊലയാളി. തൻ്റെ മകൾക്ക് ഞാൻ സാമ്പിളുകൾ കൊടുത്തിരുന്നത് മനഃപൂർവ്വമാണ്. ഈ ഒരു നിമിഷത്തിന് ഒരു ഗുളിക സയനൈഡിൽ മുക്കിയിട്ട് അതിൻ്റെ ബ്ലിസ്റ്റർ ശരിയാക്കി ഒട്ടിച്ച് ഭംഗിയായി കൊടുത്തത് ഞാൻ തന്നെയാണ്, മനഃപൂർവ്വം കൊല്ലാൻ തന്നെ. താൻ നിൽക്കുന്ന തറ പൊട്ടിപ്പിളരുകയാണെന്ന് പവിശങ്കറിന് തോന്നി. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് സത്യമായി മനസ്സിലാകുന്നില്ല. തോമസ് കണ്ണുമിഴിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവില്ല? അതാണെൻ്റെ വിജയം. വസുന്ധര ശങ്കർ ആ കട്ടി ഫ്രെയിമുള്ള കണ്ണട എടുത്തു മാറ്റി. നോക്ക്, സൂക്ഷിച്ചു നോക്ക്. കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് സൂക്ഷിച്ചു നോക്ക്. മനസ്സിലാകും. തോമസ് അവരെ സൂക്ഷിച്ചു നോക്കി. പൊടുന്നിനെ ഒരു നടുക്കം അയാളുടെ കണ്ണുകളിൽ പടരുന്നു തറഞ്ഞു. അവിശ്വസനീയത, അമ്പരപ്പ് ഒക്കെ. നിങ്ങൾ മിസ്സിസ് നമ്പ്യാർ? വസുന്ധര ശങ്കർ പൊട്ടിച്ചിരിച്ചു. മറന്നിട്ടില്ല അല്ലേ? അവർ ചിരി നിർത്തി പറഞ്ഞു. വേട്ട പക്ഷിയാണ് ഞാൻ. തേടി നടന്ന് വേട്ടയാടാൻ ഞാൻ ചത്തു തുലഞ്ഞു എന്ന് നിങ്ങൾ കരുതിയല്ലേ? നിങ്ങൾ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിനക്ക് എന്തിനാടി കൊച്ചുങ്ങളില്ലാണ്ട് ജീവിച്ചാൽ എന്നാടി? പെൺപെട്ടിച്ചുകൾ എത്ര തവണ പ്രസവിക്കുന്നു? ഒറ്റ കുഞ്ഞുങ്ങളെ അവറ്റകൾ വളർത്തുന്നുണ്ടോ? പിന്നെ നീ മാത്രം എന്തിനാടി പാടുപെട്ട് പേറുന്നത്? മിസ്റ്റർ തോമസ്, നിങ്ങൾ പറഞ്ഞതാണ് ഈ വാചകം. പെൺപട്ടിക്ക് കുഞ്ഞുങ്ങൾ വേണ്ടാത്തത് കൊണ്ട് മിസ്സിസ് നമ്പ്യാർക്കും കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് നിങ്ങൾ വിധി എഴുതി. മിസ്റ്റർ തോമസിന് കുട്ടികൾ വേണ്ട എന്ന് വസുന്ധര ശങ്കർ ഇതാ വിധി എഴുതിയിരിക്കുന്നു. കുട്ടികൾ ഇല്ലാണ്ടായാൽ തനിക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടോ? പറയൂ, എന്തെങ്കിലും വിഷമമുണ്ടോ? ഓഹോ, അപ്പോൾ കരുതിക്കൂട്ടി തന്നെയാണ്. തോമസ് നടുങ്ങിപ്പോയി. അതെ, എന്താ സംശയം? കണക്ക് കൂട്ടി തന്നെ പ്രവർത്തിക്കുന്നു. നഷ്ടമുണ്ടാകരുതല്ലോ. നിങ്ങൾ മിസ്സിസ് നമ്പ്യാർ? തോമസിൻ്റെ ശബ്ദം പതറി. നിങ്ങളെങ്ങനെ വസുന്ധര ശങ്കറായി? ഹഹാ. വസുന്ധര ശങ്കർ ഉച്ചത്തിൽ ചിരിച്ചു. അപ്പോൾ നിങ്ങളാണല്ലോ എനിക്ക് ആ കത്തെഴുതിയത്. എൻ്റെ മകൾ മരണത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോമസ് ചോദിച്ചു. എന്താ സംശയം? മുൻകൂട്ടി അറിയിച്ചത് പെട്ടെന്ന് ഞെട്ടാതിരിക്കാനാണ്. പക്ഷേ തോമസ് പൊടുന്നനെ പറഞ്ഞു. എൻ്റെ മകളെ കൊന്നവൾ ആര് തന്നെയായാലും ഞാനവരെ വെറുതെ വിടില്ല. വസുന്ധര ശങ്കർ വീണ്ടും ചിരിച്ചു. നോക്കിക്കോ, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ ഞാൻ ലോക്കപ്പിലാക്കും. തോമസ് അലറി. വേണ്ട, 24 മിനിറ്റ് ആയിക്കോട്ടെ. വസുന്ധര ശങ്കർ തിരിച്ചടിച്ചു. തോമസിൻ്റെ ഉള്ളിൽ പ്രതികാരം ആളിപ്പടർന്നു. അയാൾ ധൃതിയിൽ വെളിയിലേക്ക് പോയി. വസുന്ധര ശങ്കർ തൻ്റെ കസേരയിലിരുന്നു. നിമിഷം കൊണ്ട് അവൾ സമനില കൈവരിച്ചു. ഇരിക്കൂ മിസ്റ്റർ പവി. വിയർത്തൊഴുകി നിൽക്കുകയായിരുന്നു അവൻ, തളർന്നു കുഴഞ്ഞ്. ഒരു കരിമൂർക്കൻ മുമ്പിൽ പത്തിവിരി ചാടുന്നു. പവിശങ്കർ സത്യമായി ഭയന്നു. മിസ്റ്റർ പവി, വസുന്ധര ശങ്കറിൻ്റെ പേരിന് 2 അടിവര ഇടാൻ തോന്നുന്നുണ്ടോ? അവൻ മിണ്ടിയില്ല. ബാക്കി ലെറ്റർ എഴുതാം. അവൻ മറുപടി പറഞ്ഞില്ല, അനങ്ങിയില്ല. വാട്ട് ഹാപ്പൻ ടു യു? പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോവൂ. അവർ പൊടുന്നനെ അലറി. അവൻ ഇറങ്ങിപ്പോയി. അതേ കഴിഞ്ഞുള്ളൂ. വൈകുന്നേരം മുറിയിലേക്ക് SI ധൃതിയിൽ കയറി വന്നു. മിസ്റ്റർ പവിശങ്കർ, ഞങ്ങൾക്ക് മിസ്സിസ് വസുന്ധര ശങ്കറിനെ കാണണം. പവിശങ്കർ നടുങ്ങിപ്പോയി. എന്താ കാര്യം സാർ? കൊലപാതകം. അവൻ വിയർത്തു. വാതിൽ തുറന്ന അകത്തേക്ക് അവൻ പറഞ്ഞു. മാഡം, പോലീസ്. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവർ പറഞ്ഞു. കടന്നു വരാൻ പറയൂ. സാർ, അകത്തേക്ക് പോയിക്കൊള്ളൂ. SI അകത്തേക്ക് കയറി വാതിലടഞ്ഞു. പവിശങ്കർ വിയർപ്പിൽ കുളിച്ച് നിമിഷങ്ങൾ എണ്ണി. അടഞ്ഞ വാതിൽക്കിലേക്ക് കണ്ണും നട്ട് പവിശങ്കർ വിയർത്ത് കുളിച്ച് അങ്ങനെ നിന്നു. മൈ ഗോഡ്,
അവർ എത്ര ക്രൂരത കാട്ടിയാലും എത്ര ചീത്തയാണെങ്കിലും ആ കൈകളിൽ വിലങ്ങുമായി ഇറങ്ങി വരുന്ന കാഴ്ച അത് കാണാനാവില്ല തന്നെ. ഒരു നിരപരാധിയായ പെൺകുട്ടിയെ തന്തയോടുള്ള പകയുടെ പേരും പറഞ്ഞ് നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയ നിഷ്ഠൂര. അവരെ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുപോലും അല്പം മുമ്പ് വരെ ചിന്തിച്ചതാണ്. പക്ഷേ ഒരു പോലീസ് ഇൻസ്പെക്ടർ അവരെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴേക്കും തൻ്റെ മനസ്സ് എത്ര മാറിപ്പോയി, എത്ര ഉത്കണ്ഠപ്പെടുന്നു. സത്യം, അവർ എത്ര ക്രൂരയാണെങ്കിലും താൻ അവരെ ഇഷ്ടപ്പെടുന്നു വല്ലാതെ. വാതിൽ തുറക്കുന്ന ശബ്ദം. പവിശങ്കർ കണ്ണടച്ചുപോയി. കാണാനാവില്ല തന്നെ. മിസ്റ്റർ പവിശങ്കർ, ഐ ആം സോറി ഫോർ ദ ട്രബിൾ എന്ന് SIയുടെ സ്വരം. പവിശങ്കർ കണ്ണു തുറന്നു. മുൻപിൽ SI, മുഖത്ത് പുഞ്ചിരി. കൈവിലങ്ങണയിച്ച വസുന്ധരാശങ്കർ എവിടെ? മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ പരാതി തന്നു. എന്തൊക്കെയോ കഥകൾ പറഞ്ഞു, പകയെന്നോ പ്രതികാരമെന്നോ ഒക്കെ. പക്ഷേ അയാൾ ഒന്നും തെളിച്ചു പറയുന്നില്ല. പെട്ടെന്ന് മകൾ മരിച്ചതല്ലേ, അതിൻ്റെ ഷോക്കായിരിക്കും. പരസ്പര ബന്ധമില്ലാത്ത സംസാരം. പരാതി കിട്ടിപ്പോയില്ലേ ഞങ്ങൾക്ക്, വെറുതെ ഇരിക്കാനാവില്ലല്ലോ. വന്നു, ഇനി പോകട്ടെ. SI ചിരിച്ചു. പവിശങ്കർ കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് നൽകി പറഞ്ഞയച്ചു. മുൻപിൽ കാണുന്നതൊക്കെ സത്യമോ മിഥ്യയോ എന്നറിയാൻ വയ്യാതെ പവിശങ്കർ ആകെ അമ്പരന്നുപോയി. അതെ, വസുന്ധരാശങ്കർ അവൻ്റെ മുൻപിൽ ഒരു വലിയ അത്ഭുതമായി ഉയർന്നു നിന്നു, പർവ്വതാകാരമായി. കത്തുകൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പവിശങ്കർ. അച്ഛൻ്റെ കൈപ്പട കണ്ടപ്പോഴേ മനസ്സിലായി തനിക്കാണ് കത്ത്. നോവൽ വീണ്ടും നാളെ തുടരും.